അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ ശഅബാൻ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാവാണ് ബറാഅത്ത് രാവ്. ശഅബാൻ മാസത്തിലെ 15-ൻ്റെ രാവ്. അന്നത്തെ രാപ്പകലുകളിൽ ധാരാളം ഇബാദത്തുകൾ ചെയ്യൽ, ധാരാളം ആരാധനകളിൽ ഏർപ്പെടൽ, നോമ്പും മറ്റു അദ്കാറുകളുമൊക്കെ ധാരാളം ചെയ്യൽ പ്രത്യേകം പുണ്യമുള്ള കാര്യമാണ്. അതിൽ അതിപ്രധാനമായതാണ് നാം സാധാരണ ബറാഅത്ത് രാവിൽ ഓതി വരാറുള്ള 3 യാസീൻ സൂറത്തുകൾ. മഹാനായ ഇമാം മുഹമ്മദ് ദിമ്യാത്തി റഹിമഹുല്ലാ അവരുടെ നിഹായത്തുൽ അമലിലും മുഹമ്മദ് ബിൻ അലിയു തെരീമി റളിയല്ലാഹു അൻഹു അൽ വസായിലു ഷാഫിഅ ലി അദ്കാരിൻ നാഫിഅ എന്ന് പറയുന്ന കിതാബിലും ഷെയ്ഖ് അഹ്മദ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അൽ മുജറബാത്തുൽ കുബ്ര എന്നീ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ സൂറത്ത് യാസീൻ പാരായണത്തെപ്പറ്റി പറയുന്നത് കാണാം. ഈ 3 സൂറത്ത് യാസീൻ ഓതുമ്പോൾ അത് പരിപൂർണമായും പൂർണ്ണാർത്ഥത്തിൽ തെറ്റുകളൊന്നുമില്ലാതെ നല്ല അക്ഷരശുദ്ധിയോടുകൂടി ഇടയിൽ മറ്റൊന്നും സംസാരിക്കാതെ നല്ല നീയത്തോടുകൂടി നാം ഓതണം. ഒന്നാമത്തെ യാസീൻ ഓതുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ത്വഅത്തിലായി ദീർഘ ആയുസ് എന്ന നീയത്തോടു കൂടിയാണ് നാം ഓതേണ്ടത്. രണ്ടാമത്തെ സൂറത്ത് യാസീൻ ഓതുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ വിശാലത ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അള്ളാഹു നമുക്ക് നൽകിയ റിസ്ക്കിൽ ധാരാളം വിശാലത, ബറക്കത്ത് നമുക്ക് വേണം. അതിനു വേണ്ടിയാണ് രണ്ടാമത് നാം സൂറത്ത് യാസീൻ ഓതുന്നത്. മൂന്നാമത് നാം സൂറത്ത് യാസീൻ ഓതുന്നത് നമ്മുടെ ഹുസ്നുൽ ഖാത്തിമ, നല്ല ഒരു മരണം, നല്ല അന്ത്യം, വളരെ പൂർണ്ണമായ അർത്ഥത്തിൽ കലിമത്തു തൗഹീദ് എല്ലാം ഉച്ചരിച്ച് പൂർണ്ണാർത്ഥത്തിലുള്ള ഒരു ഈമാനോടുകൂടി മരിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിക്കണം. ആ നിയ്യത്തോടു കൂടിയാണ് മൂന്നാമത്തെ യാസീൻ നാം ഓതേണ്ടത്. എന്നാൽ മറ്റു ചില നിയ്യത്തുകൾ കൂടി നമുക്ക് ഇവിടെ വെക്കാവുന്നതാണ്. രണ്ടാമത് യാസീൻ ഓതുന്ന സമയത്ത് ഭക്ഷണത്തിൽ വിശാലത ലഭിക്കണമെന്നും മറ്റും ആഫത്ത് മുസീബത്തുകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടണമെന്ന നിയ്യത്തോടു കൂടിയും, മൂന്നാമത് നാം യാസീൻ ഓതുന്ന സമയത്ത് വിജയികളിൽ ഉൾപ്പെടണമെന്നും നമ്മുടെ ഹൃദയം ശുദ്ധിയാകണമെന്നും മറ്റു ജനങ്ങളിലേക്ക് ആശ്രയിക്കാതെ അവരിൽ നിന്നൊക്കെ ഒരു സമ്പന്നത നമുക്ക് ലഭിക്കണമെന്ന നിയ്യത്തൊക്കെ ഇവിടെ വെക്കാവുന്നതാണ്. നാം സാധാരണയായി നിയ്യത്ത് വെക്കുന്നത് ഒന്നാമത്തെ സൂറത്ത് യാസീൻ ഓതുന്ന സമയത്ത് ദീർഘ ആയുസ്സിനും എനിക്കും എൻ്റെ കുടുംബത്തിനും എനിക്കിഷ്ടമുള്ളവർക്കും ഞാനുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും ദീർഘ ആയുസ് അള്ളാഹുവിൻ്റെ ത്വഅത്തിലായി ലഭിക്കണം എന്ന നിയ്യത്തോടു കൂടി ഒന്നാമത്തെ യാസീൻ ഓതുകയും, രണ്ടാമത്തത് അള്ളാഹു തആല നമുക്ക് നൽകുന്ന റിസ്ക്, ഭക്ഷണത്തിൽ അതുപോലെ മറ്റു കാര്യങ്ങളിലൊക്കെ വിശാലതയും ബറക്കത്തും ലഭിക്കണമെന്ന നിയ്യത്തോടു കൂടിയും, മൂന്നാമത് നല്ല ഒരു അന്ത്യം അള്ളാഹു തആല ഹുസ്നുൽ ഖാത്തിമ നമുക്ക് നൽകണമെന്ന കരുത്തോടു കൂടിയുമാണ് ഓതുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ പറഞ്ഞതുപോലെ അവൻ ആരാധനകൾ ചെയ്ത് ജീവിക്കുവാൻ അവൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.